ചേട്ടാ അറിഞ്ഞിരുന്നോ ഡൽഹിയിലെ കഴിഞ്ഞ ദിവസം ഹോളി പരിപാടിക്കിടെ ഒരു തരുൺ എന്ന 26 വയസ്സുകാരനെ ക്രൂരമായി ഒരു ആൾക്കൂട്ടം ക്രൂരമായി കൊലപ്പെടുത്തി. കേരളത്തിലെ മാധ്യമങ്ങളിലൊന്നും ഈ ഒരു വാർത്ത ഞാൻ എവിടെയും കണ്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം റീൽസിലാണ് ഈ വാർത്ത കാണാനിടയായത്. എന്താണ് ഈ ഒരു സംഭവത്തെ കുറിച്ച് തോന്നുന്നത്? കേരളത്തിലെ ഒരു മാധ്യമങ്ങളിലും ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ല, വാർത്ത വന്നതുമില്ല. കാരണം വാർത്ത വന്നിട്ടും വലിയ റേറ്റിംഗ് ഇതിന് അനുഭവപ്പെടാനില്ല. കാരണം കൊല്ലപ്പെട്ടതും ഓപ്പോസിറ്റ് സൈഡിലെ വ്യക്തിത്വങ്ങളാണ്. ഇതിന് നേരെ ഒരു ഓപ്പോസിറ്റ് സൈഡിലായിരുന്നെങ്കിൽ മാത്രമേ ഇതിന് ന്യൂസ് വാല്യൂ ഉണ്ടാവുമായിരുന്നുള്ളൂ. നമ്മൾ കറക്റ്റ് തന്നെ പറയണം. അതായത് കൊല്ലപ്പെട്ടത് ഒരു ഹിന്ദു യുവാവും കൊല ചെയ്തത് മുസ്ലിംസുമാണ്. എങ്ങനെ തന്നെ പറഞ്ഞാലല്ലേ ആളുകൾക്ക് മനസ്സിലാവും. അതെ അതെ, അതുകൊണ്ടാണ് അതിനൊരു ന്യൂസ് വാല്യൂ ഇല്ലാത്തത്. നേരെ തിരിച്ചു മറിച്ചുകൊണ്ട് ഓപ്പോസിറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ വലിയൊരു ആഘോഷമായിരുന്നേനെ. അതിന് യാതൊരു സംശയവും വേണ്ടല്ലോ. വലിയൊരു ആഘോഷമായിരുന്നേനെ. അത് മാത്രമല്ല, എല്ലാവരും ആഘോഷവുമായിട്ട് രംഗത്തെത്തിയേനെ. ചിലപ്പോൾ മെഴുകുതിരി കത്തിക്കൽ വരെ ഉണ്ടായേനെ, ഐക്യദാർഢ്യം ഉണ്ടായേനെ. അപ്പൊ എല്ലാവരും രംഗത്തെത്തിയേനെ. ഇത് ഈ ഒരു വാർത്ത വന്നിട്ട് സമ്പൂർണ്ണമായിട്ടും അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് തോന്നുന്നുണ്ടോ? ഫണ്ട് വരുന്നതും പിന്നെ ഇവർക്ക് ന്യൂസ് വാല്യൂ ഉള്ളതും കേരളത്തിൽ വാർത്താ പ്രാധാന്യമുള്ളതും എല്ലാം ഈ തരത്തിലുള്ള വാർത്തക്കാണ്. ഇത് സംഭവം എന്ന് പറയുന്ന മനസ്സാക്ഷിയെ നെറ്റിക്കുന്ന ഒരു കൊലപാതകമാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അത് ഈ തരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, ഇവരുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് SC/ST വിഭാഗത്തിൽ പെടുന്നതാണ്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 4-8 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള താഹിർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന് 18 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇതിന്റെ ഈ ഒരു സംഭവകാശം ഇത്രമാത്രം വഷളമാക്കിയത് ഈ ഒരു കുട്ടിയായിരുന്നല്ലോ. കുട്ടി ബലൂൺ സ്പ്രിങ്കിൾ ചെയ്തല്ലോ. സംഭവം നടന്നത് എന്താ വെച്ചാല്, ഡൽഹിയില് മാർച്ച് 4-ന് അവിടെ ഹോളി ആഘോഷിക്കുകയായിരുന്നു. ഒരു ചെറിയ കുട്ടി ബോളിൽ വെള്ളം നിറച്ച് നിറങ്ങളൊക്കെ ചാലിച്ച് അത് എറിഞ്ഞു. ഈ വഴിയിലൂടെ നടന്നു പോയ ഒരു സ്ത്രീയുടെ മേത്തില് ഈ വെള്ളത്തിന്റെ ഒരു അംശം പറ്റി. അത് ശരിക്കും ആ കുട്ടി തന്റെ പിതാവിനെ എറിയാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ അത് തട്ടിയാണ് ആ സ്ത്രീയുടെ മേൽ പതിച്ചത്. അതും വളരെ ചെറിയ തോതിലാണ്. ചെറിയ തോതിൽ വലിയ തോതിൽ എന്തോ ആവട്ടെ, അത് ജസ്റ്റ് ഒരു ആ സ്ത്രീയാണ് ഇതിന്റെയൊക്കെ കലാപത്തിന്റെ ആഹ്വാനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മാറാടും ഇതേപോലെ തന്നെ സ്ത്രീകളായിരുന്നു ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത്. സ്ത്രീകളായിരുന്നു ആ കലാകാരികളെ പള്ളിയിൽ ഒളിപ്പിച്ചത്. ഇപ്പൊ പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം സ്ത്രീകളും കുട്ടികളുമാണ്. അപ്പോൾ സ്ത്രീകളെ രംഗത്തിറക്കിയാണ് ഇത്തരം കലാപരിപാടികൾ എന്നും ചെയ്യുന്നത്. ഇനി ചെയ്യാൻ അങ്ങോട്ട് പോകുന്നതും സ്ത്രീകളെ രംഗത്തിറക്കിക്കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മറക്കാൻ കഴിയാത്ത. മറ പറ്റിയിട്ടാണ് ഇവരെല്ലാം ഈ ഇത്തരത്തിൽ വിഷയമൊക്കെ ഇളക്കി വിടുന്നതും. അതെ, ഈ വിഷയം ഇളക്കി രൂക്ഷമാക്കുന്നതും ഇത് തന്നെയാണ്. ഇനിയിപ്പോ തിരിച്ചു മർദ്ദനം ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ, കുട്ടികൾ എന്നുള്ള ഒരു ലേബലിൽ കരയാനുള്ള ഒരു വസ്തുത കൂടിയാണ് അവര് രംഗത്തിറക്കുന്നത്. നമുക്ക് നേരെ മറിച്ച് ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അതായത് കഴിഞ്ഞ ദിവസം ഏഷ്യൻ ന്യൂസിലാണെന്ന് തോന്നുന്നു, ഞാൻ അതായത് ട്വിറ്ററിലോ മറ്റോ ഒരു യുവതി ജോലിക്കാരെ തേടുന്നു. അതായത് ഡെലിവറി ബോയ്സിന് വേണം. അത് മുസ്ലിം ആയിട്ടുള്ള മതവിഭാഗത്തിൽപ്പെട്ടവരെ വേണ്ട, ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരെ മതി എന്ന് പറഞ്ഞിട്ട് ഏഷ്യൻ ന്യൂസിലാണെന്ന് തോന്നുന്നു, ഇൻസ്റ്റഗ്രാമിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഈ ഒരു വാർത്തയാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത്. അതായത് ഇന്നലെയാണ് ഞാൻ ഈ വാർത്ത കണ്ടത്. അപ്പൊ ഇതിന്റെ കമന്റ്സ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഞാൻ കണ്ടു, ഡൽഹിയിൽ സംഭവിച്ച വാർത്ത നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ എന്ന് 2-3 കമന്റ്സ് ഞാൻ കണ്ടു. ഡൽഹിയിൽ അപ്പൊ എനിക്കറിയില്ല എന്താണ് ഈ സംഭവിച്ചതെന്ന്. ഡൽഹിയിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ തപ്പിപ്പോയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതും പിന്നെ ഇത്തരത്തിൽ തരുൺ എന്ന യുവാവിന്റെ കൊലയൊക്കെ ഞാൻ അറിഞ്ഞത്. മലയാളം മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് മുസ്ലിം യുവാക്കളെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ട എന്നുള്ള കാര്യം. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചേതോവികാരം എന്താണ് എന്നുള്ള കാര്യം അവരത് മറച്ചു വെക്കുന്നു. അതാണ് ഇത്തരം തരത്തിലുള്ള പല ഇൻസിഡന്റുകളും ഉണ്ടായിട്ടുണ്ട്. ചില ഫ്ലാറ്റുകളിൽ അവർ പറയുന്നു മുസ്ലിം ഫാമിലികളെ ഞങ്ങൾക്ക് വേണ്ട. ചിലർ പറയുന്നു മുസ്ലിം ഫാമിലികളെ മാത്രം ഞങ്ങൾക്ക് മതി, മുസ്ലിം ആണെങ്കിൽ മാത്രമേ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യൂ. കേരളത്തിലെ അവസ്ഥയാണ്. അപ്പോൾ ഇതിന്റെ പിന്നിലൊക്കെയുള്ള ഒരു ചേതോപകരം നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് നമ്മൾ മനസ്സിലായിരിക്കുന്ന വർഗീയത എത്രമാത്രം ശക്തമായിട്ടുണ്ടെന്നുള്ള കാര്യം. മാധ്യമങ്ങളും സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് അത് ഒരു വൺ സൈഡ് ആയിട്ട് മാധ്യമങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്നാൽ മാത്രമേ ന്യൂസ് വാല്യൂ ഉള്ളൂ. ന്യൂസ് വാല്യൂ അനുസരിച്ച് കൊണ്ടേ മാധ്യമങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇതേ മാധ്യമങ്ങളും ഇതേ ജനങ്ങളും പറയുന്നുണ്ട് കേരളം മതേതരത്വമാണ്, മതസൗഹാർദ്ദമാണെന്നും പറയുന്നുണ്ട്. അത് ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെക്കണമല്ലോ. ഓൾറെഡി ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. യഥാർത്ഥ പിക്ചറോ ഫ്രെയിംവർക്കോ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, മാധ്യമങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, മാധ്യമങ്ങൾക്ക് റീച്ചില്ല. അപ്പോൾ യഥാർത്ഥ കേരള സ്റ്റോറിയോ യഥാർത്ഥ മതേതരത്വം എന്താണെന്നുള്ളത് അയോട്ടുള്ള കൊമ്മിനി മരിച്ചപ്പോൾ നമ്മൾ കണ്ടല്ലോ.
വൻതോതിലായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി വിലപിക്കുന്നത്, വൻതോതിലായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി കരയുന്നത്. സ്റ്റിൽ ആ കരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റിൽ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വിലാപയാത്രകൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. അതുണ്ടാകും, അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ കേരളത്തിലും ഒരു വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയില്ലേ ഒരു 10 വർഷത്തിനുള്ളിൽ? 10 വർഷത്തിനുള്ളിൽ തന്നെ നമ്മളെല്ലാം പേടിച്ച് ജീവിക്കണം. നമ്മളിനി വിമർശനം ഉന്നയിച്ചാലോ അല്ലെങ്കിൽ ഇത്തരത്തിലിരുന്ന് പ്രസംഗിക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു ചെറിയ വിഷയത്തിന് ഇതുപോലെ ഇനി ഹോളിയോ അല്ലെങ്കിൽ ഇനി നമ്മൾ വരാൻ പോകുന്ന വല്ല പൊങ്കാലയോ അല്ലെങ്കിൽ ഓണമോ വിഷുവോ വിഷു തന്നെ എടുത്തു നോക്കാം. വിഷുവിന് ഒരു പടക്കം പൊട്ടിച്ചു, ഒരു തീപ്പൊരി അപ്പുറത്തെ വീട്ടിലേക്ക് മാറി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നാളെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം. ഞാൻ ആലോചിക്കുന്ന നുപൂർ ശർമ്മയുടെ പോസ്റ്റ് ഷെയർ ചെയ്ത വ്യക്തി ഉണ്ടല്ലോ, കനയ്യാൾ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയുടെ തലയിറക്കിയാണ് ചെയ്തത്, അല്ലെ കഴുത്തറുത്ത് കൊല ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ജോസഫ് മാഷിനെ നമുക്കറിയാലോ അല്ലെ. പിന്നെ ഈ അടുത്തിടയ്ക്കാണ് സലീം വസ്തക് എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ, എക്സ് മുസ്ലിം ആയിരുന്ന ഒരു യൂട്യൂബറെ കയ്യേറ്റം ചെയ്തത്. അതിനു മുമ്പായിരുന്നു കോയമ്പത്തൂർ ഫറൂഖ് എന്ന് പറയുന്ന ഒരു യുക്തിവാദിയെ കൊന്നത്. അതേസമയം വി.എസ്. അച്യുതാനന്ദൻ ഇത്തരത്തിലൊരു കാര്യം ഉന്നയിച്ചു. അദ്ദേഹത്തിന് പിന്നീട് എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന് കയ്യേറ്റം ചെയ്തില്ല, പക്ഷെ അദ്ദേഹത്തിനെ അടിച്ചൊതുക്കി മൂലക്കിരുത്തി. പിന്നീട് അദ്ദേഹത്തെ നമ്മൾ രാഷ്ട്രീയ രംഗത്ത് കണ്ടിട്ടില്ല. എ.കെ. ആന്റണിക്കും ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹവും ഒരു പക്ഷേ 2001-2003 കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഒരു സത്യം തുറന്നു പറഞ്ഞു. അതിന് പിന്നെ അദ്ദേഹത്തിന് പിന്നെ മുഖ്യമന്ത്രി പദം പോലും കാണേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം കേരള രാഷ്ട്രീയം തന്നെ ഉപേക്ഷിക്കേണ്ട ഒരു ഘട്ടം എത്തി നിൽക്കുന്നു. ഇന്നും അതിദയാനകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് കേരളം എത്തി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോയിരിക്കുകയാണ്. ഈ രീതിയിലാണ് കാര്യങ്ങളുടെ കടന്നു പോക്കെന്നുണ്ടെങ്കിൽ അതിദയനീയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ ഇറാൻ ഇസ്രായേൽ ഈ യുദ്ധം കുരുമ്പരി കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ബഹുഭൂരിപക്ഷം വരുന്ന ആ സമൂഹത്തിൽപ്പെട്ടവരും കൊമേനിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. കൊമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൊമേനിക്ക് വേണ്ടി സ്റ്റാറ്റസ് ഇടുകയും കൊമേനി കൊമേനിക്കൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ് അവരിൽ ബഹുഭൂരിപക്ഷം പേര്. അതേസമയം കൊമേനി അവിടെ എന്താ ചെയ്തത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതൊന്നും ഒരു വിഷയമേ അല്ല. അവിടെ 40,000 പേരെ കശാപ്പ് ചെയ്തു, അവിടെ 60,000 പേരെ കശാപ്പ് ചെയ്തു. അതൊക്കെ വ്യാജ വാർത്തയാണെന്നാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ തന്നെയാണ് കൊമേനി അവിടെ അടിച്ചൊതുക്കിയത്. കൊമേനി അതായത് അവിടെ എന്നാണോ ഷിയ ഭരണം നിർത്തിച്ച് ഇദ്ദേഹത്തെ അവിടെ നിന്ന് കൊണ്ടുവന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ സപ്പോർട്ടോടെയാണ് ഇദ്ദേഹം ഖൊമേനി അവിടെ എത്തിപ്പെട്ടത്. എന്ന് അദ്ദേഹം അവിടെ അധികാരം പിടിച്ചെടുത്തോ അന്ന് അതേ സെയിം പാറ്റേൺ ആണ് ഇവിടെയും ആവർത്തിക്കുന്നത്. കാരണം ലെഫ്റ്റ് ലിബറൽസ് ഇവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവരൊരു സമ്പൂർണ്ണ ആധിപത്യത്തിലേക്ക് വന്നാൽ മാത്രമേ ഈ ലെഫ്റ്റ് ലിബറൽസിനെ കയ്യേറ്റം ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യം ഇവർ മറന്നു പോവുകയാണ്. അപ്പൊ നമ്മൾ സമ്പത്തിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഡൽഹി പോലീസ് ഈ പ്രതികളുടെ വീട് എല്ലാം തന്നെ ബുൾഡോസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓൾമോസ്റ്റ് 3 സഹോദരന്മാരുണ്ട്. അവർ 8 പേരാണ് ഡയറക്റ്റ് ഈ കൃത്യത്തിൽ പങ്കെടുത്തത്. അപ്പൊ അവരുടെ വീടൊക്കെ ബുൾഡോസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു ആർജവമുള്ള ഒരു നടപടി ഡൽഹി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നോക്കുകയാണെന്നു ഇങ്ങനെ ഒരു ആർജവമുള്ള ഒരു നിലപാടിനെ? ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇതുപോലെ നടക്കുമോ? ഇപ്പൊ ബുൾഡോസ് ചെയ്യുമോ? അങ്ങനെ എന്തെങ്കിലും നടക്കുമോ? അതാ പറഞ്ഞത്, കേരളത്തിലായിരുന്നുവെങ്കിൽ ഈ തരുൺ ഇങ്ങനെ കൊല്ലപ്പെട്ടു എന്നോ അല്ലെങ്കിൽ തരുൺ ഇത്തരത്തിൽ സംഭവിച്ചു എന്നോ നമ്മൾ ആരും അറിയില്ല. ഇനി എങ്ങാനും ഇതൊരു വാർത്തയായി തന്നെ വെക്കട്ടെ, അത് ഒരു ഈ പറഞ്ഞതുപോലെ തരുൺ ഒരു SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവാണ്. അത് ഇത്തരത്തിൽ നമ്മുടെ ഇവിടെ SC/ST വിഭാഗത്തിനെ ആൾക്കൂട്ട കൊല ചെയ്യപ്പെട്ടു, അതായിരിക്കും കേരളത്തിലെ വാർത്ത. നമുക്കറിയാം നമ്മുടെ വേടനൊക്കെ ആത്മാർത്ഥമായിട്ട് ഇവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് നവോത്ഥാന പ്രവർത്തനത്തിന് തന്നെ രേഖപ്പെടുത്തുന്നത്. അപ്പൊ അദ്ദേഹം ഒക്കെ ഇതിനെ കുറിച്ച് മിണ്ടുമോ അല്ലെങ്കിൽ തുറക്കുമോ? അദ്ദേഹവും ഈ പറയുന്ന മറ്റു നവോത്ഥാന നായകരും ഒക്കെ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും നാവ് തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ പറയാ, ഒരു ഫെയിമിന് വേണ്ടി വാ തുറന്ന് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് അയാൾ. അല്ലാതെ അയാൾക്ക് ഈ പറയുന്ന വിവരമോ ബോധമോ ഒന്നും ഉണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഒന്നല്ലെന്നുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അദ്ദേഹത്തെ ഉപയോഗിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി ഉപയോഗിക്കുന്നു കിട്ടാൻ വേണ്ടി. ഈ രണ്ട് ഏതോ ഒരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അല്ല യഥാർത്ഥത്തിൽ SC/ST കമ്മ്യൂണിറ്റികളോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതിനൊക്കെതിരെ രംഗത്ത് വരണ്ടല്ലേ? ഇതിനെ കുറിച്ച് എന്നൊരു അക്ഷരം പോലും. മാത്രമല്ല ഇഷ്ടംപോലെ കേസുണ്ട് വേടന്റെ പേരിൽ. കഞ്ചാവ് കേസുണ്ട്, പെണ്ണ് പിടിച്ച കേസുണ്ട്, പിന്നെ പുലിപ്പല്ല് കേസുണ്ട്. ഇതൊക്കെ ഒന്ന് തേച്ചു മാച്ച് കളയണമെങ്കിൽ ഇതുപോലെ കുറച്ച് വർത്താനൊക്കെ പറയണം. അല്ല, ഇതൊക്കെ ഉണ്ടായിട്ടും ഞാൻ ആലോചിക്കായിരുന്നു ഒരുപാട് പീഡന കേസ് അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടും ആ സ്ത്രീയൊക്കെ തയ്യാറായല്ലോ എന്ന് ആലോചിക്കുകയായിരുന്നു. എഴുത്തുകാരിയാണെന്നാണ് പറയപ്പെടുന്നത്. ആ സ്ത്രീയൊക്കെ ഇദ്ദേഹത്തെ വിവാഹം ചെയ്യാൻ തയ്യാറായല്ലോ എന്ന് ആലോചിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു ക്വാളിറ്റി കൂടി നമ്മൾ ആലോചിക്കണ്ടേ? അവർക്ക് എന്തുമാത്രം ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ള കൂടി ഞാൻ ആലോചിച്ചു പോവാൻ. അപ്പൊ നമ്മുടെ നാടിന്റെ ശാപം എന്ന് പറയുന്നത് ഇതുപോലത്തെ കപടമായിട്ടുള്ള എന്തിനും ഏതിനും ജാതി തിരികെ കയറ്റി അതിന് റേറ്റിംഗ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറെ അംബേദ്കറൈറ്റുകളും ആണ് നമ്മുടെ നാടിന്റെ ശാപം എന്ന് പറയുന്നത്. അവർ ഇങ്ങനെയുള്ള യഥാർത്ഥ ദളിത് വിഷയങ്ങളിലൊന്നും യാതൊന്നും മിണ്ടില്ല, യാതൊന്നും പ്രതികരിക്കില്ല, അടച്ചിരിക്കും. അത് തന്നെയാണ് ഇപ്പോ
ഈ തരുണിന്റെ കേസിലും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും തരുണിന് നീതി കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത്രേ നമുക്ക്. അത് ഡൽഹിയിലായതുകൊണ്ട് ചിലപ്പോൾ നീതി കിട്ടിയേക്കാം. കേരളത്തിലായിരുന്നുവെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു ആൾക്കൂട്ട കൊലപാതകം എന്നുള്ള രീതിയിൽ മാത്രമേ ആ ഒരു വിഷയം വരുള്ളൂ. കാരണം കുറച്ചു നാൾ മുമ്പ് ഇതേപോലെ തന്നെ സംഭവ വികാസം മലപ്പുറത്ത് നടന്നിരുന്നു. അന്നും പ്രതികൾ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയായിരുന്നു. കൊല ചെയ്യപ്പെട്ടത് ഒരു അന്യസംസ്ഥാനത്തുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹവും ദളിതനായിരുന്നു. അത് ഒരു ആൾക്കൂട്ട കൊലപാതകം എന്നുള്ള തലത്തിൽ ഒതുങ്ങിപ്പോയി. അതിൽ നമ്മൾ ഒരിക്കലും ദളിതുകളെ കണ്ടെത്തിയില്ല, SC/ST വിഭാഗങ്ങളെ കണ്ടെത്തിയില്ല, ഒന്നും കണ്ടെത്തിയില്ല. അപ്പോൾ അത് ന്യൂസ് ഏതൊരു തരത്തിലാണ് ട്വിസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട്. അത് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു.